ദേവാലയത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ, അവിടെ പള്ളി കൊള്ളുന്ന തമ്പുരാനോട് വർത്തമാനം പറയാൻ, കുറച്ചു നേരം കർത്താവിന് കൂട്ടിരിക്കാൻ തമ്പുരാൻ്റെ ആലയത്തിൽ വരുന്നവർ വളരെ 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 വിരളമാണ്. ഈ അന്ത്രയോസ് പിതാവൊക്കെ ഉണ്ടല്ലോ, സ്ഥിരം അതിൻ്റെ ഉള്ളിൽ വാർത്തവനാണ്, കർത്താവിൻ്റെ കൂടെ വസിച്ചവനാണ്. ആവശ്യ നേരത്ത് മാത്രം തമ്പുരാനെ തപ്പിപ്പോയവരല്ല വിശുദ്ധര്. ആവശ്യമുള്ള സമയത്ത് മാത്രം ദൈവത്തെ വിളിച്ചവരല്ല. അവശ്യ സമയത്ത് വിളിക്കാനുള്ള, എവിടെയോ വായിച്ചതുപോലെ, ഒരു എമർജൻസി നമ്പറായിരുന്നില്ല ദൈവം ഈ പരിശുദ്ധന്മാർക്ക്. അവർ സദാസമയവും കർത്താവിൻ്റെ കൂടെ വസിച്ചവരാണ്. അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ദേവാലയം മനോഹരം ആക്കിയാൽ മാത്രം പോരാ, കർത്താവിൻ്റെ ആലയത്തെ സുന്ദരമാക്കി മാറ്റിയാൽ മാത്രം പോരാ, ആ ദേവാലയത്തിലിരിക്കുന്ന കർത്താവിന് വല്ലപ്പോഴും ചെന്ന് കൂട്ടിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് ഓർമ്മ വേണം. എല്ലാവർക്കും ഉണ്ട്. ഞാനിതുപോലൊരു പള്ളി പണിത്, അജയച്ചന് അഭിനന്ദനം, ഭംഗിയായിട്ടുണ്ട്. കൂടെ കൂടിയവർക്കും പ്രശംസയുണ്ട്. ഞാനൊരു പള്ളി പണിത്, കഷ്ടപ്പെട്ട പണിത്, കിഡ്നി ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ വിറ്റ്, ഉള്ളതൊക്കെ പോയി. ഉലകം മുഴുവനും തെണ്ടി നടന്ന് കാശുണ്ടാക്കി, നാട്ടുകാരെ പിരിച്ച് ഒരു ലെവലാക്കി. സ്ഥലം മാറിപ്പോവാൻ നേരത്ത് പാവം ചെറിയ പിള്ളേരോട് ഞാൻ ചോദിച്ചു, മക്കൾ അച്ഛനെ ഓർക്കുമോ? 7 കൊല്ലാണ് അവിടെ കുത്തിപ്പിടിച്ചിരുന്നത്, 7-8 കൊല്ലം. ദേവാലയം നിർമ്മാണം പൂർത്തിയാക്കി പോവാൻ നേരത്ത് കൊച്ചങ്ങളോട് ചോദിച്ചു, മക്കൾ അച്ഛനെ ഓർക്കുമോ? വലിയ പ്രതീക്ഷയോടെയാണ് പാവം വികാരിച്ചൻ ചോദിച്ചത്. കൊച്ചങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവസാനം ഒരെണ്ണം കൈവക്കി പറഞ്ഞ്, ഞാൻ ഓർക്കും അച്ഛനെ. അപ്പം അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു, നീ എങ്ങനെ എന്നെ ഓർക്കും? പാവം പറഞ്ഞ്, നന്നായിട്ട് പിരിക്കാൻ അറിയായിരുന്ന ഒരച്ഛനായിരുന്നു. അച്ഛൻ്റെ നാക്ക് വെച്ച് പറഞ്ഞാൽ തരാണ്ടിരിക്കാൻ പറ്റില്ല. അത് കാരണം എൻ്റെ അപ്പന് കാശ് കുറേ പോയി, അച്ഛനെ ഞാൻ മറക്കില്ല. അജയച്ഛനെ നാളെ എങ്ങനെ ഓർക്കുമോ എനിക്കറിഞ്ഞൂടാ. ദേവാലയം ഗംഭീരമായിട്ട് പണിത്, മനോഹരമായിരുന്നു. ഇപ്പോഴും എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും വിശുദ്ധ ബലി അർപ്പിച്ചാലും കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയണത്, ഞാൻ എൻ്റെ തമ്പുരാന് വേണ്ടി നിർമ്മിച്ച ദേവാലയം അതിൻ്റെ മദ്ബഹാണ്. അത് വെച്ചിട്ടാ ഞാൻ എൻ്റെ കർത്താവിനോട് വിലപേശ, ഞാൻ നിനക്കൊരു ബലിപീഠം തീർത്തിട്ടുണ്ട്, അതിലെന്നും ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പാവത്തിൻ്റെ കഷ്ടപ്പാട് പരിഗണിച്ച് എൻ്റെ കാര്യം നടത്തി തരണം. ഉലകത്തിൽ എവിടെ ചെന്നാലും ബലിയർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറയും, കഷ്ടപ്പെട്ട് ഞാൻ നിനക്കായൊരു ബലിപീഠം തീർത്തുണ്ട്. നിങ്ങളുടെ മദ്ബഹായിൽ കയറിയപ്പോൾ ഞാൻ കണ്ടു, വലത്ത് വശത്ത് ഏലിയ, ഇടത്ത് വശത്ത് യോന. ഞാനപ്പോൾ ഏലിയായുടെ ബലിപീഠമൊക്കെ ഓർക്കായിരുന്നു. ചങ്കുകൊട്ടി ഞാൻ കർത്താവിനോട് പറയും, ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും അവകാശമാണത്. ഞാൻ നിനക്ക് വേണ്ടി ഒരു ദേവാലയം തീർത്തിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു ത്രോണോസ് ഒരുക്കിയിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു മദ്ബഹ തീർത്തിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു ബലിപീഠം നിർമ്മിച്ചിട്ടുണ്ട്. അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളുടെ യോഗ്യത പരിഗണിച്ച് എൻ്റെ കാര്യത്തിന് തീർപ്പുണ്ടാക്കി തരണം തമ്പുരാനെ. ഞാൻ എന്നും അങ്ങനെ പ്രാർത്ഥിക്കാറ്. അപ്പം ഞാനിങ്ങനെ പള്ളിയൊക്കെ പണിത്, ഒത്തിരി പേരൊന്നും ക്ഷണിച്ചില്ല ഞാൻ ഈ പ്രതിഷ്ഠയ്ക്ക്. എന്നാൽ അത്യാവശ്യം കൂടെ പഠിച്ച കൂട്ടുകാരെങ്കിലും വിളിക്കണമല്ലോ. ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് ആ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എടാ പള്ളി പണിയൊക്കെ കഴിഞ്ഞെൻ്റെ, നീ വരണട്ടോ, ഇന്ന ദിവസമാണ് കൂദാശ. എനിക്കവൻ കശനണ്ടിയും കട്ടൻ ചായയൊക്കെ തന്നു. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, മഞ്ഞളി, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്തടാ? കൂട്ടുകാരച്ഛന്മാരല്ലേ, ഒരുമിച്ച് ബാസ്കറ്റ് ബോളിലും ഫുട്ബോൾ, അപ്പോൾ എടാ ബോർഡൊക്കെ വിളിക്കും. എന്താ നിനക്ക് പറയാനുള്ളത്? എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ എന്നോട് പറഞ്ഞു, മഞ്ഞളി, പള്ളി പണിയാൻ ഏത് പോലീസുകാർക്കും പറ്റൂട്ടാ,
പോലീസുകാർ വിഷമിക്കരുത്, അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറയണമെന്നുള്ളൂ. പള്ളി പണിയാൻ ഏത് പോലീസുകാർക്കും പറ്റും. ഞാൻ പറഞ്ഞാൽ നീ അങ്ങനെ പറയണേ? നിൻ്റെ പോലത്തെ ഒരു വൃത്തികെട്ട നാക്കും കാശ് തരാൻ കപ്പാസിറ്റി ഉള്ള നാട്ടുകാരുണ്ടെങ്കിൽ പള്ളി പണിയാൻ എന്താ പാട്? നീ ചോദിച്ചാൽ തരാണ്ടിരിക്കാൻ പറ്റുമോ? നിൻ്റെ നാക്കിന് അങ്ങനൊരു ഗുണമുണ്ട്. കർത്താവ് നിന്നെ അറിഞ്ഞ് സഹായിച്ചാണ്. നീ പറഞ്ഞ ആരും തരും നിനക്ക്. നാട്ടുകാരുടെ കയ്യിൽ കാശുണ്ട്, പിന്നെ പള്ളി പണിയാൻ എന്തത്ര ബുദ്ധിമുട്ട്? നിൻ്റെ നാക്ക് എനിക്ക് കിട്ടിയെങ്കിൽ ഞാനും പണിതേനെ. അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്നെ അങ്ങനെ കൊച്ചാക്കരുത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മഞ്ഞളിയെ, നീ പറ. അപ്പം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞെന്തെന്നോ, എടാ പള്ളി പണിയാൻ ആർക്കും പറ്റും. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് കൂദാശയൊക്കെ കഴിഞ്ഞ് നീ ഇടയ്ക്കിടയ്ക്ക് ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണോട്ടാ. എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ ഡയലോഗാണ്. നീ ഇടയ്ക്കിടയ്ക്ക് ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണോട്ടാ. ഇടയ്ക്കിടയ്ക്ക് നീ അന്വേഷിക്കണം, നീ പണിത പള്ളിയിൽ കർത്താവ് ഇരിപ്പുണ്ടോന്ന്. ഞാൻ തകർന്നു പോയൊരു സമയമാണ്. അവൻ എന്നോട് പറഞ്ഞതാ, പള്ളി പണിയാൻ എളുപ്പമഞ്ഞളിയെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കർത്താവിനെ നിത്യകാലം കുടിയിരുത്തുക അത്ര എളുപ്പമല്ലട്ടാ. അതുകൊണ്ട് നിൻ്റെ മക്കളോട് പറയണം, സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ വന്ന് കർത്താവിനോട് കൊച്ചു വർത്താനം പറഞ്ഞ് തമ്പുരാനെ സുഖിപ്പിച്ച് അങ്ങനെ ഇരുത്തണമെന്ന്. എനിക്കൊരു പുതിയ അറിവായിരുന്നത്. നമ്മളൊക്കെ വീട് പണിയും, നമ്മുടെ വീട്ടിലൊക്കെ കർത്താവുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. പക്ഷേ എത്ര പേർക്ക് ഉറപ്പുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, അസ്വസ്ഥതകളും ആകുലതകളും വരുമ്പോൾ, രോഗങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ, എൻ്റെ വീട്ടിൽ എൻ്റെ കർത്താവ് ഇപ്പോഴും ഉണ്ട്, ഞാൻ അവനെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ആർജവത്വം. നിൻ്റെ വീട്ടിൽ, നിൻ്റെ ഭവനത്തിൽ, നീ പണിത ദേവാലയത്തിൽ നിൻ്റെ കർത്താവുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. നമ്മളൊക്കെ പള്ളിയിൽ വരണത് പള്ളിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുള്ള സമയത്താണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരും. ഈ പരിസരത്തുള്ളവരൊക്കെ വിശുദ്ധ ബലിയർപ്പണത്തിനായിട്ട് വരും. ഈ പരിസരവാസികളോടാണ് പ്രധാനമായിട്ട് ഞാൻ പറയണത്, ഈ പള്ളിയിൽ കുർബാന നടക്കണ സമയത്തല്ലാതെ ചുമ്മാ നിൻ്റെ ജീവിത പങ്കാളിനെയും മക്കളെയും കൊണ്ട് കുടുംബമായിട്ട് പള്ളിയകത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കണം. ഞായറാഴ്ച കുർബാനയ്ക്ക് വരുമ്പോൾ ആണുങ്ങളൊരു വശത്ത് പെണ്ണുങ്ങൾ വേറൊരു വശത്താണല്ല. അങ്ങനെയല്ല. നീയും നിൻ്റെ ജീവിത പങ്കാളിയും നിൻ്റെ മക്കളും ഒരുമിച്ച് ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു സുന്ദര സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു 10 മിനിറ്റ് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കർത്താവിൻ്റെ മക്കൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ലുലുവില് പോവും, നമ്മൾ സിനിമയ്ക്ക് പോവും. കെട്ടിയോളും മക്കളും ഭർത്താവൊക്കെ ആയിട്ടല്ലേ പോണത്. നമ്മൾ ഗാങ്ങായിട്ടാണ് പോണത് ഈ പരിപാടിക്കൊക്കെ. പക്ഷെ പള്ളി പോകുമ്പോൾ മാത്രം ഒരുത്തനപ്പുറത്ത് മറ്റവൾ ഇപ്പുറത്ത്, പിള്ളേരെവിടെയും കണ്ടു. ലുലുവിൽ അങ്ങനെയല്ലല്ലോ പോണത്, സിനിമയ്ക്ക് അങ്ങനെയല്ലല്ലോ പോണത്. ഈ ഒരുമിച്ചിരുന്ന് തമ്പുരാനെ മഹത്വപ്പെടുത്താൻ ഒരു സമയം കണ്ടെത്തണം. മാസത്തിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ, ഇനി അതിനേക്കാളും കൃപ കിട്ടിയവർ ആഴ്ചയിൽ ഒരിക്കലോ, എന്തോരം അവധി ദിവസങ്ങളുള്ളത്. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു 10 മിനിറ്റ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ആലയത്തിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വഭാവം, അത് വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, നിന്റെ ദൈവം നിന്നെ കാത്തിരിക്കുന്നുണ്ട് അവൻ്റെ ആലയത്തിൽ. നിന്റെ ദൈവം നിന്നെ കാത്തിരിപ്പുണ്ട് അവൻ്റെ ആലയത്തിൽ. മോശ സമാഗമ കൂടാരത്തിലേക്ക് കയറുമ്പോൾ, വായിച്ചിട്ടില്ലേ പുറപ്പാട് 32? മോശ സമാഗമ കൂടാരത്തിലേക്ക് കയറുമ്പോൾ
ആകാശത്തു നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം രൂപത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരത്തെ പൊതിയും. അന്ത്രയോസ് അപ്പച്ചൻ പള്ളി കയറുമ്പോൾ അങ്ങനെയായിരുന്നു. അതേ കൃപയാണ് കർത്താവ് നിനക്കും തന്നിട്ടുള്ളത്. നീ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറുമ്പോൾ തമ്പുരാൻ നിനക്ക് തന്ന പ്രിയപ്പെട്ടവരുമായി നീ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ നീക്കി നോക്കുന്നൊരു ദൈവം നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിയണം. അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സ്ഥലമാണ്. അത് കർത്താവിനെ സ്തുതിക്കാനുള്ള സ്ഥലമാണ്. അത് ആൾക്കൂട്ടങ്ങളുടെ ഇടയിലല്ല, വളരെ വ്യക്തിപരമായി നിറവേറ്റാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കണം. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അച്ഛൻ എന്നോട് പറയായിരുന്നു, ബഹുമാനപ്പെട്ട അജിയച്ഛൻ ഈ പള്ളിയുടെ പരിസരത്ത് എവിടെയെങ്ങാണ്ടാണ് താമസിക്കണേ അല്ലേ? സഭയിൽ നല്ലൊരു ശതമാനം ദേവാലയങ്ങളിലും അങ്ങനെ ഉണ്ടെന്നാണ് പറയണേ. പല പള്ളികളിലും പല സഭാ സമൂഹങ്ങളിലും അച്ഛന്മാർ വളരെ വളരെ ദൂരെയാണ്, 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അകലെയാണ് വീട്ടിൽ താമസിക്കണം. ഇവിടെ തൊട്ടടുത്താന്ന് പറഞ്ഞു അച്ഛൻ, ഈ കോമ്പൗണ്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ പള്ളിയിൽ തന്നെയാണ് പാർക്കൽ, പള്ളിയിൽ തന്നെയാണ് പാർക്കൽ. പള്ളിയിൽ തന്നെ പാർക്കണത് കൊണ്ടുള്ള ഗുണം വേറൊന്നല്ല, കർത്താവിനെ കൂട്ടിരിക്കാൻ പറ്റും. കർത്താവ് ഒരിക്കലും തനിച്ചാവില്ല. ദേവാലയത്തിൻ്റെ ചാരത്ത് അവൻ്റെ അഭിഷിക്തന് വീടൊരുക്കണത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ്. അല്ലാണ്ട് നാട്ടുകാർക്ക് വന്ന് എളുപ്പത്തിൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടല്ല അച്ഛനെ പിടിച്ച് പള്ളിയുടെ പരിസരത്ത് പാർപ്പിക്കണത്. നേരെ മറിച്ച് തമ്പുരാൻ ദേവാലയത്തിൽ തനിച്ചാവരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കർത്താവ് അവൻ്റെ ആലയത്തിൽ ഒറ്റയ്ക്കാവാൻ പാടില്ല, അവനെപ്പോഴും കൂട്ടുവേണം. അതാണ് പത്രോസിനോട് അവൻ പറഞ്ഞത്, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു ശമയോനെ, 1 മണിക്കൂർ നീ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കുക. കർത്താവ് ഞങ്ങൾ വൈദികരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഒരു പുസ്തകം വായിക്കണം, ഇൻ സീന ജേസൂസ് എന്ന് പറയുന്നൊരു പുസ്തകം. അതിൻ്റെ ഓദർ ആരാന്നൊന്നും അറിഞ്ഞുകൂടാ. അത് വായിക്കുമ്പോൾ എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരും. അതിനകത്തൊരു വൈദികന് ദൈവം കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതൊരു പുസ്തകമാണത്. ഒരു റഷ്യക്കാരൻ ഒരു അച്ഛനാണ് അതിൻ്റെ രചയിതാവ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ എഴുതി വച്ചിരിക്കണം. ആ പുസ്തകം വായിക്കുമ്പോൾ കരച്ചിൽ വരും. അതിനകത്ത് ഈശോ ഈ അച്ഛനോട് പറയണത് ഒരേ ഒരു കാര്യമാണ്, നീ പള്ളി പണിയാനല്ല നിന്നെ ഞാൻ അച്ഛനാക്കിയത്, സ്കൂള് പണിയാനല്ല നിന്നെ ഞാൻ അച്ഛനാക്കിയത്, നിന്നോട് വീട് സന്ദർശനത്തിന് പോകാനല്ല ഞാൻ നിന്നെ അച്ഛനാക്കിയത്. നിന്നെ ഞാൻ അച്ഛനാക്കിയത് നീ എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ്. നീ എന്നിട്ട് എന്താ എൻ്റെ അടുത്ത് വരാത്തത്? ഞാൻ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. നമ്മളിങ്ങനെ വെടികൊണ്ട വെരുകിൻ്റെ പോലെ ഓടി നടക്കണം. എന്തോരം കാര്യങ്ങളായിട്ടാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രാരബ്ധങ്ങളാണ്. കുർബാനയുടെ നേരത്ത് മാത്രം തുണി വക്കി തമ്പുരാനെ നോക്കണുള്ളൂ, അല്ലാത്ത നേരത്തൊന്നും അവനെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അച്ഛന്മാരുടെ അവസ്ഥ അതാണെങ്കിൽ പ്രാരബ്ധങ്ങളിൽ മുഴുകി ജീവിക്കണം. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അച്ഛൻ ഓർമ്മിപ്പിക്കുക, നിന്റെ കർത്താവ് നിന്റെ കൂട്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ദൈവം നിന്റെ സാന്നിധ്യത്തെ വല്ലാണ്ട് വിലമതിക്കുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്തും പോവണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ അങ്കണത്തിൽ അവൻ്റെ മധുബഹയോട് ചേർന്ന് അവൻ്റെ നിറസാന്നിധ്യം അനുഭവിച്ച് കുറച്ച് സമയം നിനക്ക് ഇരിക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിനക്കുണ്ടാക്കി തരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ അടുത്ത് ചെന്നിരിക്കാൻ പറ്റണം. ഈ അടുത്തൊരു കാലത്തൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞത്രേ ഉള്ളൂ, അച്ഛാ കെട്ടിയോൻ ജോലിക്ക് പോവും, പച്ചക്കറി കച്ചവടമാണ്, പിള്ളേരൊക്കെ ജോലിക്ക് പഠിക്കാൻ പോവും, ഞാൻ ഒറ്റയ്ക്കാണ് അച്ഛാ വീട്ടിൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാൻ അമ്മച്ചി ഈ നേരമൊക്കെ? ഒന്നുമില്ലച്ചോ, ഞാൻ വീട്ടിൽ കർത്താവിൻ്റെ ഒരു പടമുണ്ട്, ഞാൻ അതിൻ്റെ മുമ്പിൽ പോയിരിക്കും, ഞാൻ പ്രാർത്ഥിക്കും അച്ചോ. ചുമ്മാ അത്ഭുതം കൊണ്ട് ഞാൻ ചോദിച്ചു, ഇത്ര പേരുത്ത് നേരമൊക്കെ എന്ത് പ്രാർത്ഥിക്കാൻ എൻ്റെ അച്ഛയെ? ഇത്രയും നേരമൊക്കെ എന്ത് പ്രാർത്ഥിക്കാനാണ്? അപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ പ്രത്യേകിച്ചൊന്നുമില്ലച്ചോ,
കർത്താവ് ജീവിതത്തോട് കാണിച്ച കാരുണ്യം, കുട്ടിക്കാലം മുതൽ ഈ നാൾ വരെ ദൈവം എനിക്ക് തന്ന നന്മകൾ, അതിങ്ങനെ ഓരോന്നോർത്ത് ഞാൻ അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. സമയം പോണത് അറിയില്ല. എന്തോരം നേരം വേണമെങ്കിലും ഇരിക്കാം. മക്കൾക്ക് അറിയാമോ, ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തമ്പുരാൻ്റെ അടുത്ത് ചുമ്മാ ഇരിക്കലാണ്. അത്ര എളുപ്പമൊന്നുമല്ല. പുസ്തകത്തിലെ പ്രാർത്ഥനകൾ വായിച്ച് തീർക്കുക എളുപ്പമാണ്. ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ ഉരുവിടുക എളുപ്പമാണ്. കർത്താവിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ എന്തോരം നേരം നോക്കിയിരിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ ഈ സുറിയാനി സഭയിൽ, കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനുണ്ട്, ജോൺ മരിയ വിയാനി എന്നാണ് പുള്ളിയുടെ പേര്. വൈദികരുടെ മധ്യസ്ഥനാന്നാണ് പറയണേ. പുള്ളിയൊരു നല്ല വൈദികനായിരുന്നു, നമ്മുടെ അന്ത്രയോസ് വല്യപിതാവിനെ പോലെ നല്ലൊരു വൈദികൻ. വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ളൊരു സ്ഥലത്ത് ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ അച്ഛൻ ചെന്ന് താമസം തുടങ്ങി. ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു. ആഴ്സ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ചെറിയ ക്ലാസ്സിൽ സെമിനാരി പഠിക്കുമ്പോൾ വായിച്ചേക്കണാണ്. ആഴ്സിലെ വികാരി ജോൺ മരിയ വിയാനി, ഇടവക വൈദികരുടെ മധ്യസ്ഥൻ. വല്യപിതാവിൻ്റെ പോലെ കട്ടിലും കുമ്പസാരക്കൂടും ഒക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 22 മണിക്കൂർ വരെ കുമ്പസാരക്കൂട്ടിൽ ഇരുന്നിട്ടുണ്ടെന്നാണ് പറയണേ, കുമ്പസാരം കേൾക്കാൻ. ഒത്തിരി മനുഷ്യരെ മാനസാന്തരപ്പെടുത്തി. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കഥകളും കാര്യങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. ആഴ്സിലേക്ക് പോകുമ്പോൾ വഴിയിലൊരു കൊച്ചനെ കണ്ട് അദ്ദേഹം ചോദിച്ചു, മോനെ, ആഴ്സ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? വികൃതിയായ കൊച്ചൻ ചോദിച്ച്, വഴി പറഞ്ഞു തന്ന എനിക്കെന്ത് തരും? വഴി പറഞ്ഞു തന്ന എനിക്കെന്ത് തരും? ഈ പാവാച്ചൻ പറഞ്ഞ്, ആഴ്സിലേക്കുള്ള വഴി നീ എനിക്ക് പറഞ്ഞു തന്നാ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. വഴി പറഞ്ഞു തരാമോ? അങ്ങനെ കൊച്ചൻ അച്ഛനെ കൊണ്ട് പള്ളിയിലാക്കി. അങ്ങനെ അയാളുടെ തുടക്കം, ഗംഭീരമായ യാത്ര. ആഴ്സിലെ വികാരിയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇടവകക്കാരൻ, ഒരു കൃഷിക്കാരനായിരുന്നു എന്നാണ് പറയണേ. ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ. വികാരിയച്ഛൻ പള്ളിമുറിയിലിരിക്കുമ്പോൾ കാണണ്, എല്ലാ ദിവസവും വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിയിൽ ഈ പാവം മനുഷ്യൻ പള്ളിയിൽ കയറും. ഒരു 5:30-6 മണിയാകുമ്പോൾ പള്ളിയിൽ കയറും. 7-7:30 മണി വരെ പള്ളിയിലിരിക്കും. അത് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകും. വികാരിയച്ഛന് വലിയ അത്ഭുതം, ഇയാൾ എന്നെ എന്താണ് ഈ പള്ളിയിൽ കാണിക്കണത്? ഒരു ദിവസം പുറകിക്കോടെ ചെന്ന് പിടിച്ച്, ചേട്ടാ എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്, എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല പ്രാർത്ഥിക്കാൻ കയറണാണ്, പണി കഴിഞ്ഞ് പോണ വഴിയാണ്. കുറേ നേരം ഇരിക്കുന്നുണ്ടല്ലോ പള്ളിയിൽ. അച്ഛൻ ചോദിച്ച്, ഇതിനും മാത്രം എന്നതാ പ്രാർത്ഥിക്കാൻ? ഈ പാവം കൃഷിക്കാരൻ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും, കർത്താവ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. സമയം പോണത് അറിയില്ല വേറെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല. ഈ മനുഷ്യൻ്റെ വാചകമാണ്, ദൈവാനുഭവമാണ് അത്ര വലിയ ഒരു വിശുദ്ധനെ രൂപപ്പെടുത്തിയതെന്ന് പറയണത്. നമ്മുടെ മാതാപിതാക്കളും അന്ത്രയോസ് പിതാവിനെ പോലെ കാലം ചെയ്ത മഹാവിശുദ്ധരും നമുക്ക് തരുന്ന ഏറ്റവും വലിയ പൈതൃകം ഇതാണ്: കർത്താവിനെ കാര്യമായിട്ടെടുക്കാനുള്ള കൃപ, കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ വല്ലാണ്ട് വളർന്നു. നമ്മുടെ മക്കൾക്കൊന്നിനൊരു കുറവില്ല, സുഖസൗകര്യങ്ങളേറെയായി. ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വായിച്ച്, 50 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോണേന്ന് ഞാൻ വായിച്ചതാ, എവിടെയോ വായിച്ച്. 50 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും? അതിന് പറഞ്ഞേക്കണത് ഏതാണ്ട് 1 കോടി മനുഷ്യർ കേരളത്തിലുണ്ടാവും. ഇപ്പം ഏതാണ്ട് 4 കോടിക്ക് അടുത്തുണ്ട്. 50 കൊല്ലം കഴിയുമ്പോൾ 1 കോടി ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പോക്ക് കണ്ടുമ്പോൾ അറിയാലോ, 1 കോടി തന്നെ കാണുമെന്ന് സംശയമാണ്. ഒക്കെ കുറ്റിയും പറിച്ച് പോവാണ്. മാത്രമല്ല, പലതിനും മക്കളില്ല, പല ദമ്പതികൾക്കും കുഞ്ഞുങ്ങളില്ല, വല്ലാണ്ട് ജനസംഖ്യ കുറയും. ആ കടലാസിൽ ഞാൻ വായിച്ചത് എങ്ങനെയാണ്? 1 കോടി മനുഷ്യരുണ്ടാവും, 80 ലക്ഷം റോബോട്ടുകളും ഉണ്ടാവും. 80 ലക്ഷം റോബോട്ട്.
80% ആൾക്കാരുടെ കൂടെയും ഒരാളുണ്ടാവുമെന്ന് പറയണേ. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയിൽ പറഞ്ഞോളൂ, ഒരാളിങ്ങനെ കൂടെ ഉണ്ടാവും. മൊബൈലുള്ള പോലെ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റൂല, പക്ഷെ 50 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കാൻ പോണതാന്ന് പറയണേ. ഒരു പണി എടുക്കണ്ട, തിന്നുക, ഉറങ്ങുക, കാശൊന്നും വേണ്ട. കാലം എങ്ങനെയാണ് വരാൻ പോണേ. കൃഷിപ്പണിയൊക്കെ റോബോട്ടുകൾ ചെയ്തോളും, ഒരു പണിയെടുക്കണ്ട. ഗവൺമെൻറ് കൃത്യമായിട്ട് ബാങ്കിലേക്ക് കാശ് ഇട്ട് തരും ഫുഡ് അടിക്കാൻ, ഗൾഫിലൊക്കെ സംഭവിക്കണ പോലെ. ഒരു പണിയെടുക്കണ്ട, തിന്നുക, ഉറങ്ങുക. കുളിക്കണമെന്നുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മനുഷ്യൻ എഴുതിയേക്കണത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. ആ സമയം വരുമ്പോൾ മനുഷ്യന് ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുമെന്ന് പറയണേ. ആ സമയം വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന പറയണേ. ആത്യന്തികമായി മനുഷ്യൻ ആശ്വാസം കണ്ടെത്തുന്നത് ഈ ദൈവത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മനസ്സമാധാനത്തിനുള്ള മരുന്ന്, വേറൊന്നില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും സമൃദ്ധം, കർത്താവ് കൂടെ ഉണ്ടോ ഇല്ലയോ. ഈ വലിയ പിതാവൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം മനോഹരമാണ്. കർത്താവ് കൂടെ ഉണ്ടോ ഇല്ലയോ, നിനക്ക് ആ ദൈവത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ടോ? അതാണ് ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 15, 16, 17 വചനം. പുറപ്പാട് ഗ്രന്ഥം 33-ന്റെ 15, 16, 17. മോശ കർത്താവിനോട് പറയുന്നൊരു ഭാഗം അത്. മോശ കർത്താവിനോട് പറയുന്നൊരു ഡയലോഗ്. 3 വാചകമാണ്. മോശ കർത്താവിനോട് പറയാണ്, എനിക്ക് നിങ്ങൾ വായിക്കുന്ന ബൈബിൾ അത്ര പരിചയമില്ല, അച്ഛൻ പഠിച്ചിട്ടുള്ളത് അച്ഛൻ പറയാം, കുഴപ്പമൊന്നുമില്ല, സംഗതി മനസ്സിലാവും, ലാംഗ്വേജിലുള്ള വ്യത്യാസമുള്ളൂ. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് തിരുസാന്നിധ്യം, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. നിങ്ങൾ വായിക്കുന്ന ബൈബിളിൽ പുറപ്പെടുവിക്കരുത്. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. അടുത്ത വാചകം, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നീയും ഞാനും തമ്മിൽ സ്നേഹത്തിലാന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും? ഇതാണ് മോശയുടെ ചോദ്യം. അടുത്ത വാചകം മോശ പറയും, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ, ഇഫ് യു കം, അങ്ങ് വരികയാണെങ്കിൽ ഞാനും നിന്റെ ജനവും ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. 3 കാര്യം മോശ പറയണത്. നമ്പർ 1, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പോവില്ല. നമ്പർ 2, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവില്ല. നമ്പർ 3, നീ എൻ്റെ കൂടെ വന്നാൽ എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രയർ ഓഫ് മോസസ്, മോശയുടെ പ്രാർത്ഥന അത്. അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, മോശ കൊണ്ടു നടന്നത് 1ഉം 2ഉം മനുഷ്യരല്ല. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവ്, മാനേജർ എന്നറിയപ്പെടുന്നത് മോശയാണ്. പഴയ നിയമത്തിലെ മോശ. പണ്ട് ഏതോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ്, ഈ ബിസിനസ് മാനേജ്മെൻറ്റ് പഠനങ്ങളുണ്ടല്ലോ, ഇവിടെ അതൊക്കെ പഠിച്ചിട്ടുള്ളവർ കാണും. ബിസിനസ് മാനേജ്മെൻറ്റ്, പിന്നെന്താ ഹോട്ടൽ മാനേജ്മെൻറ്റ്, നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകണമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ മാനേജ്മെൻറ്റ് സ്റ്റഡീസുണ്ട്. ഈ മാനേജ്മെൻറ്റ് പഠനത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ്, അവൻ അത്ഭുതം തോന്നിയെന്നാണ് പറയണേ. ഇടവകക്കാരൻ പയ്യനാ. കുറച്ച് നാൾ മുമ്പാ അവൻ പറഞ്ഞു, അച്ഛാ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ പറ്റി? ഒരു ഹൈന്ദവനാണ് അധ്യാപകൻ. അയാൾ, ആ മാഷ് വന്ന്, പ്രൊഫസർ വന്ന്, ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് സെൻറ്റൻസ് ഞെട്ടിപ്പോയി. അച്ഛാ എന്താ പറഞ്ഞത്? ഇഫ് യു വാണ്ട് ടു സ്റ്റഡി മാനേജ്മെൻറ്റ്, ലുക്ക് അറ്റ് ദ മോസസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ മോശേനെ കണ്ടുപഠിക്കണം. ലോകം കണ്ട
ഏറ്റവും വലിയ മാനേജറാണ് മോശ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 6 ലക്ഷം പുരുഷന്മാർ, 18 ലക്ഷം പെണ്ണുങ്ങൾ, 50 ലക്ഷം പിള്ളേര്, 1 കോടിയിലധികം ആടുമാടുകൾ, ഇവറ്റേനെയൊക്കെ കൊണ്ട് 40 കൊല്ലം മരുഭൂമിയിൽ ട്രാക്ക് ഇടാണ്ട് വണ്ടി ഓടിച്ചവനാണ് മോശ. നമ്മളെ കൊണ്ട് പറ്റൂല, ചില്ലറ കാര്യമല്ല. അതും ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത മനുഷ്യർ, അടിമകളാണ്. എന്താ പറയണേ, വൈക്കോല് ചവിട്ടാനും ഇഷ്ടിക ഉണ്ടാക്കാനും മാത്രം അറിയുള്ളൂ. അടിമകളാണ്. ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ല. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇറച്ചി കൊടുക്കണം, വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തോളണം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇല്ലെങ്കിൽ ഒച്ചപ്പാട് ബഹളമാണ്. എങ്ങനെ മോശ ഇവറ്റെന്നെ കൊണ്ടുനടന്ന്? അത്ഭുതമാണ് മോശയുടെ യാത്ര. മരുഭൂമിയിലൂടെയാണ് അയാൾ നടക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എവിടുന്ന മോശയ്ക്ക് ഇതിനും മാത്രം കപ്പാസിറ്റി ഉണ്ടായത്? അയാൾക്കും വലിയ സ്റ്റാൻഡേർഡൊന്നുമില്ല. മോശ അത്ര നല്ല ഉണ്ണിയൊന്നുമല്ല, അറിയാലോ. മോശ വളരെ മോശമാണ്, വിക്കനാണ് മോശ. ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരു ദിവസം വേണം. ഭയങ്കര വിക്കാണ്, തന്തയില്ലാത്തവനാണ്. എന്നുവെച്ചാൽ നേരെ ചൊവ്വ അപ്പനാരാന്ന് മോശയ്ക്ക് അറിയാൻ പാടില്ല, അല്ലേ? എങ്ങനെ പോയാലും മുലകൂടി മാറിയിട്ടില്ല. 40 വയസ്സ് വരെ മോശയുടെ അപ്പനെ മോശ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം മോശയുടെ പുസ്തകത്തിൽ മോശയുടെ അപ്പൻ്റെ പേരൊക്കെ ഉണ്ട്, 6-ാം അധ്യായത്തിലൊരു ജീനിയോളജി. പക്ഷെ അത് പിന്നീട് ആരാണ്ട് എഴുതി കൂട്ടിയതാണെന്നാണ് പറയണേ. മോശ ഒറിജിനൽ എഴുതി വെച്ചേക്കുന്നത് ഭീകരമാണ്. 2-ാം അധ്യായം 1-ാം വചനം. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ആരെ കെട്ടിയെന്നൊന്നും മോശ എഴുതിയിട്ടില്ല. ഏതോ ഒരാൾ ഏതോ ഒരു പെണ്ണിനെ കെട്ടി. സ്വന്തം അപ്പനും അമ്മേനെയും കുറിച്ച് മോശ എഴുതിയേക്കുന്നത് അതാണ്. ഫറവോൻ്റെ വീട്ടിലാണ് വളർന്നത്, അറിയാം. ലോട്ടറി അടിച്ച് അമ്മയുടെ മുല തന്നെ ചപ്പി വളരാൻ ഭാഗ്യം കിട്ടി. പക്ഷെ മുലകുടി മാറിയപ്പോൾ ഫറവോ തള്ളേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഫറവോൻ്റെ മോനായിട്ട് അവൻ വളരണത്. മോശ അപ്പനാരാന്നറിഞ്ഞൂടാ, ദത്തുപുത്രനാണ്. സ്വാഭാവികമായിട്ടും ആന്തരിക മുറിവുകൾ ഇഷ്ടം പോലെയുണ്ട്. ക്ഷിപ്ര കോപിയാണ്. ഒന്ന് പറഞ്ഞ 2-ാമത്തേൽ കയറി അടിക്കും. അതും ചില്ലറ അടിയല്ല. ഈ ഫറവോൻ്റെ ഫുഡൊക്കെ അടിച്ച് ഒടുക്കത്തെ ആരോഗ്യമാണ്. ഒരൊറ്റ അടിക്കാണ് ഒരെണ്ണത്തിനെ കൊന്നത്, തല്ലിക്കൊന്നു. മോശ ഒരു ക്രിമിനലാണ്. മോശ പട്ടാളം തപ്പണ ആളാണ്. മോശ വിക്കനാണ്. മോശ ഭയങ്കര കോപ സ്വഭാവിയാണ്. മോശയ്ക്ക് ഒത്തിരി ആന്തരിക മുറിവുണ്ട്. മോശയുടെ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ എടുക്കില്ല. മോശ അത്ര നല്ല ആളൊന്നുമല്ല. പക്ഷെ ഈ മോശേനെക്കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചേക്കണത് വായിച്ചാൽ നമ്മൾക്ക് കുളിര് വരും. അയാൾ ദിക്കുകളോട് കൽപ്പിക്കുമ്പോൾ കാടപ്പക്ഷികൾ വരും. അയാൾ ആകാശത്തേക്ക് അലറുമ്പോൾ മഞ്ഞ പെയ്യും. അയാൾ പാറപ്പുറത്തടിക്കുമ്പോൾ വെള്ളം പുറപ്പെടും. അയാൾ കടലിന് നേരെ വടി നീട്ടുമ്പോൾ കടൽ പിളരും. അയാൾ പ്രാർത്ഥിക്കാൻ പള്ളി കയറുമ്പോൾ ആകാശത്തുനിന്ന് മേഘസാന്നിധ്യത്തിൽ ദൈവം ഇറങ്ങി വരും. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് വർത്താനം പറയും. അച്ഛന്മാർ കുർബാനയ്ക്കൊക്കെ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സംബോധനയ്ക്ക് തന്നെ 1.5 കിലോമീറ്റർ നീട്ടുണ്ട്. എന്തൊരു വാചകം എന്നറിയോ? ആദ്യത്തെ വാക്ക് തന്നെ കർത്താവിനുള്ള വിശേഷണങ്ങൾ തന്നെയുണ്ട്, നല്ല നീളത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സർവശക്തനും അപരിമേയനും ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോവും. എന്തൊരു ആലങ്കാരികമായിട്ടാണ് ദൈവത്തെ വിളിക്കുന്നത്. പക്ഷെ മോശം അങ്ങനെയല്ല. ഹായ് ബ്രോ, എന്തുണ്ട് വിശേഷം, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. സ്നേഹിതനോടെന്ന പോലെയാ കർത്താവിനോട് മോശ വർത്താനം പറയണത്. അത്ഭുതം തോന്നിയിട്ടുണ്ട് എനിക്ക്. ഈ തറ മനുഷ്യന് ഇമാതിരി കപ്പാസിറ്റിയൊക്കെ എവിടെ നിന്ന് കിട്ടി? ഒന്നിനും കൊള്ളൂല്ലാത്തവൻ, 100 കുറവുകളുള്ളവൻ. ഞാൻ വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ എന്ന് പോയാൽ ഈ ചെങ്കടലിൽ ഇറങ്ങും കുളിക്കാൻ. ഒരു ബർമൂടിയൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോയി വൈകുന്നേരം ആകുമ്പോൾ പോകും. അവിടെ ചെല്ലുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ മോശയുടെ കഥ വരും. മോശ മുറിച്ച കടലാണല്ലോ. ഞാൻ കടപ്പുറത്ത് കിടക്കണ ഒരു കോലെടുത്ത് കയ്യിൽ പിടിച്ച് മൂക്കൊറ്റം കഴുത്തപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അലറും, മാറിപ്പോട്ടെ
മോശയെക്കാളും സ്റ്റാൻഡേർഡും ബുക്ക് ഉണ്ടല്ലോ. അപ്പനാരാന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വിക്കില്ല, തല്ലിയിട്ടുണ്ട്, കൊന്നിട്ടൊന്നുമില്ല. മോശയെക്കാളും സ്റ്റാൻഡേർഡ് എനിക്കുണ്ടെന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഈ വെള്ളത്തിൽ കഴുത്തൊപ്പം ഇറങ്ങി നിന്ന് അലറിയിട്ടുണ്ട്. മാറിപ്പോട്ടെ. ഉപ്പുള്ള മുക്കി പോണല്ലാണ്ട് കടൽ മാറണത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മോശ, ഞാൻ എന്നും കർത്താവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കണ ഒരു കേസുണ്ട്. ഈ മോശ പാറപ്പുറത്ത് അടിച്ച് വെള്ളം ഉണ്ടാക്കില്ല. പുള്ളി ആ പണി ഒപ്പിച്ചതിൻ്റെ പേരിലാണ് പുള്ളീനെ കർത്താവ് കാനാൻ നാട്ടിൽ കയറ്റാണ്ടിരുന്നത്. നിങ്ങൾക്കറിയാലോ, ബൈബിളിൽ അങ്ങനെയാണല്ലോ. മോശയോട് കർത്താവ് വടി നീട്ടാൻ പറഞ്ഞു. സംഗതി ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് കരുതി മോശ പാറയമ്മ അടിച്ച്. കർത്താവിനത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. നീട്ടാൻ പറഞ്ഞപ്പോൾ അടിക്കാൻ പോയത് എന്തിനാന്നുള്ളതാണ് ചോദ്യം. അഹങ്കാരം കാണിച്ചു മോശ എന്നാണ് പ്രശ്നം. ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഇത് വായിച്ചപ്പോൾ ഞാൻ തമ്പുരാനോട് പറയും, കർത്താവേ, ഇത്രയും ക്രൂരത ഈ പാവത്തിനോട് കാണിക്കേണ്ടായിരുന്നു. എന്നാലും 10-80 വയസ്സിൽ നടത്തം തുടങ്ങിയതാണ്. 40 കൊല്ലം നടത്തിയില്ലേ, 120 വയസ്സ് വരെ ഈ പാവം നീട്ടാൻ പറഞ്ഞപ്പോൾ അടിച്ചു എന്നും പറഞ്ഞ് ഇതൊരു തരം വൃത്തികെട്ട പണിയായിപ്പോയി. കർത്താവേ, അത്രയും ക്രൂരത ആ പാവത്തിനോട്. ഞാൻ അങ്ങനെയൊക്കെ പണ്ട് കർത്താവിൻ്റെ അടുത്ത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5-6 കൊല്ലം മുമ്പാണ് ഞാൻ ഈ സൗദി വരെ പോയി. തബൂക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, സൗദി പോയിട്ടുള്ളവർക്കറിയാം. അവിടെയാണ് നമ്മുടെ ആള് ഈ വടി വെച്ച് അടിച്ച സ്ഥലം, തബൂക്ക്. അവിടെ ചെന്ന് നമ്മുടെ മോശ പെർഫോമൻസ് നടത്തിയ സ്ഥലം ഒന്ന് കണ്ട് ഞാൻ മുട്ടുകുത്തി കർത്താവിനോട് മാപ്പ് പറഞ്ഞു. കർത്താവെ, പൊറുക്കണോട്ടാ, ഇങ്ങനെ ആർഭാടം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പണ്ടായില്ല. അവിടെ എന്താ കാണിച്ചു വെച്ചേക്കണമെന്നറിയാം? കർത്താവ് വടി നീട്ടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ആള് ഓടി നടന്നടിച്ചേക്കണം. ഒരടിയൊന്നുമല്ല അടിച്ചേക്കണേ, 5-6 കിണറുണ്ട് മോശ അടിച്ചത്. 1/2 കിലോമീറ്റർ അപ്പുറത്ത് കട്ടുപ്പാണ്, 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് മധുരമുള്ള വെള്ളമാണ്. മോശ നിരത്തി അടിച്ചിട്ടേക്കാണ്, ഓടി നടന്നടിച്ച്. വെള്ളം വന്നാണ്ടപ്പോൾ ആശാന് നല്ല ത്രില്ലായി എന്ന് എനിക്ക് തോന്നണേ. കർത്താവിന് പ്രാന്താവാണ്ടിരിക്കുകയോ? തമ്പുരാൻ പറഞ്ഞ് ഇവിടം വരെ മതി, പെർഫോമൻസ് ഇഷ്ടമായി, അങ്ങോട്ടില്ലട്ടാ, അവിടെ തീർന്നു. മോശ ഭയങ്കര കൃപയുള്ളവനാ. അത്ഭുതമാണ് മോശയുടെ ജീവിതം. അപ്പം ഞാൻ പലപ്പോഴും മോശയോട് ചോദിക്കും, താനിതെങ്ങനെ സംഘടിപ്പിച്ച്? ഇല്ല, സുനിദ്ര ബെഡിൻ്റെ പരസ്യം പറയണ പോലെ ഇതെങ്ങനെ സംഘടിപ്പിച്ച്? മോശ പറഞ്ഞു, നീ പുറപ്പാട് 33:15 എടുത്ത് വായിക്കി. അവിടെയാണ് എൻ്റെ കൃപ, എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹം കിടക്കണത്. അങ്ങനെയാ ഈ വചനം എൻ്റെ കണ്ണിൽപ്പെട്ടത്. മോശ കർത്താവിനോട് പറയുക, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഒരടി ഞാൻ വെക്കില്ല തമ്പുരാനെ. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് എങ്ങനെ നാട്ടുകാർ മനസ്സിലാക്കും? എന്ത് വിദഗ്ധമായിട്ട ദൈവത്തെ മോശ കുപ്പിയിലിറക്കണമെന്നുണ്ടാ? എന്ത് സൂത്രകാരനാണ് ഇയാൾ പറയുന്ന ഡയലോഗ് കണ്ട. നീ എപ്പോഴും പറയണ്ടില്ല ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഞാൻ നിൻ്റെ നേതാവാണ്, ഇത് നിൻ്റെ ജനമാണ്, നമ്മൾ തമ്മിൽ ലൈനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇത് നിൻ്റെ ജനമാണെന്ന് നാട്ടുകാരെങ്ങനെ അറിയും? കൂടെ വാ. അടുത്ത വാചകം മോശ പറയുക, നീ എൻ്റെ കൂടെ വന്നാലുണ്ടല്ലോ, ഞാനും നിൻ്റെ ജനവും ഈ ലോകത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. ഞാൻ അടിച്ച് പൊളിക്കും കർത്താവേ, എനിക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഈ പരിശുദ്ധന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. മോശയുടെ പ്രാർത്ഥന അത്, കർത്താവേ, നീ എൻ്റെ കൂടെ വരണം, എനിക്കത് മാത്രം മതി. നീ എൻ്റെ കൂടെ വരണം. എൻ്റെ ജീവിതത്തിൻ്റെ ബലം അതാണ്, അത് മാത്രമാണ്. നീ എൻ്റെ കൂടെ ഉണ്ട്. സുവിശേഷം എടുത്ത് നോക്കിക്കോ, ഏത് ദൈവത്തിൻ്റെ പരിശുദ്ധരെയും വിലയിരുത്തിക്കോ, ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഊന്നുവടി. കർത്താവ് പറയണില്ലേ, നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടു പോവും, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. എല്ലാ പരിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും ബലമാണിത്. ഞാൻ പണ്ട് ഒരു അച്ഛനുണ്ട്, തലശ്ശേരിക്കാരനാ, തലശ്ശേരി ആശാരിപ്പറമ്പിൽ അച്ഛൻ്റെ വീട്ടുപേരാ, മാത്യു എന്നാ പേര്. അച്ഛൻ്റെ സൂപ്പർ ഒരു പാട്ടുണ്ട്. പാട്ടിൻ്റെ വരികൾ എനിക്കറിയുള്ളൂ. നാഥ,
നീ എൻ്റെ കൂടെ വരണമേ. നാഥാ, നീ എൻ്റെ കൂടെ വരണമേ. നീയില്ലാതെ എങ്ങനെ ഞാൻ ചെങ്കടൽ മുറിക്കും? നീയില്ലാതെ എങ്ങനെ ഞാൻ മരുഭൂമി കടക്കും? നീയില്ലാതെ എങ്ങനെ ഞാൻ കാനാൻ നാട്ടിലെത്തും? കർത്താവേ, നീ എൻ്റെ കൂടെ വരണമേ. ഈ പുറപ്പാട് സംഭവം എന്നൊക്കെ പറയണത് 3500 വർഷം മുമ്പ് അങ്ങ് ദൂരെ എവിടെയോ സംഭവിച്ച ഒരു സംഗതിയാണെന്ന് വിചാരിക്കരുതേ. ദൂരെ എവിടെയോ സംഭവിച്ച ഒരു കഥയല്ല പുറപ്പാട് സംഭവം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നും സംഭവിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ കഥയാണത്. ഇന്നും കർത്താവ് ചെങ്കടൽ മുറിക്കുന്നുണ്ട്. ഇന്നും കർത്താവ് മരുഭൂമി കടക്കാൻ സഹായിക്കുന്നുണ്ട്. ഇന്നും ദൈവം നമ്മളെ വഴി നടത്തുന്നത് തേനും പാലും ഒഴുകുന്ന സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കർത്താവിൻ്റെ വാഗ്ദാനമായ നാട്ടിലേക്കാണ്. നമ്മളെയും നമ്മുടെ മക്കളെയും കർത്താവ് ഇങ്ങനെ കൊണ്ടുപോവുക. ഈ വഴിയിൽ നമ്മുടെ ബലം, നമ്മുടെ ഊന്നുവടി, നമ്മുടെ ഉറച്ച അനുഭവം കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒത്തിരി മക്കൾ ജീവിതത്തിൽ വല്ലാണ്ട് ഒറ്റപ്പെട്ടു എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടായി. എൻ്റെ ഇടവകയിൽ തന്നെ 1-2 പേരൊക്കെ അരുതാത്ത രീതിയിൽ മരിച്ച് വല്ലാണ്ട് സങ്കടം വന്നുപോയി. കർത്താവിനോട് എന്നും പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി നന്മ നിറഞ്ഞ മനുഷ്യരാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഇടർച്ചയുടെ നിമിഷത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് അതാണ്, ദൈവം പോലും എന്നെ കൈവിട്ടു, കർത്താവ് എൻ്റെ കൂടെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ മീഡിയയിലൊക്കെ കാണുമല്ലോ, ചില മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്ത്, ചില മനുഷ്യരൊക്കെ ജീവിതം അവസാനിപ്പിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവും പ്രാപ്തി ഉണ്ടെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ചില കുടുംബങ്ങൾ അങ്ങനെ തന്നെ മരിച്ചു പോകും. ആത്മഹത്യയാണ്. നിങ്ങൾ ആ വീട് വരെ ഒന്ന് പോകണം, എന്നിട്ട് അന്വേഷിക്കണം ഇവരെന്താ മരിച്ചതെന്ന്. അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, ഇത്ര നിസാര കാര്യത്തിന് യവനൊക്കെ മരിച്ചെങ്കിലും നമ്മളൊക്കെ എത്ര പ്രാവശ്യം ചാവേണ്ട സമയം കഴിഞ്ഞു. നമ്മളൊക്കെ എന്തോരം പ്രശ്നപ്രയാസങ്ങളെ അതിജീവിച്ച് എത്രമാത്രം കർത്താവ് നമ്മളെ ബലപ്പെടുത്തി. ഇതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ബലം. മോശ നമ്മളോട് പറയും, അന്ത്രയോസ് പിതാവ് നമ്മളോട് പറയും, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളതും ആശ്വാസം പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗവും. അത് നമ്മൾ തിരിച്ചറിയും. ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ്. എത്ര വലിയ വീടുണ്ടെന്നുള്ളതല്ല പ്രശ്നം. വീടൊന്നും ഇപ്പോഴും ആരുടെയും ചെറുതല്ല. എല്ലാവർക്കും നല്ല നല്ല വീടുകളുണ്ട്. മക്കൾ പലരും വിദേശങ്ങളിലൊക്കെയായി. അവിടെ നയിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടുമ്പോൾ കുളിരുകൂരിയാണ്. വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലെന്നാണ് പൊതുവെ ഒരു ധാരണ. പക്ഷെ സമാധാനമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വീട് വെഞ്ചിരിപ്പിന് നടക്കാം. ഞാൻ ഓരോ വീട്ടിൽ ചെന്ന് കണക്കെടുക്കുമ്പോൾ, കഥ എഴുതുമ്പോൾ മക്കളൊക്കെ പോറിനില്ല. ഇന്നലെയും കൂടി ഒരു പാവ അമ്മ എൻ്റെ അടുത്ത് നിലവിളിച്ച്, അച്ഛ സഹിക്കാൻ പറ്റണില്ല അച്ഛ, ഭയങ്കര വേദനയാണ്. മക്കളൊക്കെ അമേരിക്കയിലും അയർലൻഡിലൊക്കെയാണ്. ഈ പാവത്തിൻ്റെ കൂടെ ആരില്ല. ഇതിന് അല്ലറ ചില്ലറ രോഗവും തുടങ്ങി. എവരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ടവരെ? കർത്താവ് കൂടിയില്ല എന്ന് വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ആരംഭിക്കും. അതുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ പിടിവള്ളി കർത്താവാണ്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നിന്റെ ഉള്ളിലുണ്ടോ? അവനെല്ലാം നന്മയ്ക്കാക്കി മാറ്റും എന്ന നിന്റെ മനസ്സ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഓരോ പ്രശ്നവും പ്രയാസവും വരുമ്പോൾ അറിയാം ഈ പ്രാർത്ഥിക്കണതിൻ്റെ ഒക്കെ ഗുണം എന്താണ്.
2023 മെയ് മാസത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തിലൊക്കെ, ഈ ആമസോൺ എന്ന് പറയുന്ന കാട്ടിൽ കുറേ പിള്ളേർ നഷ്ടപ്പെട്ടു പോയി. കേട്ടായിരുന്നു? 13, 9, 4, 11 മാസമുള്ള കൊച്ച്, 4 വയസ്സ്, 9 വയസ്സ്, 13 വയസ്സുള്ളതായിരുന്നു മൂത്തത്, ഒരു പെങ്കൊച്ച. ഈ കൊച്ചങ്ങൾ ആമസോൺ കാട്ടിൽ പോയി. അപ്പനും അമ്മയും ഒക്കെ മരിച്ചുപോയി. വിമാനം തകർന്നു പോയതാണ്. പക്ഷെ ഈ 4 രക്ഷപ്പെട്ടു. ആ നാട്ടിലെ പട്ടാളം വളരെ വിദഗ്ധമായിട്ട് ഇവരെന്നെ പൊക്കിക്കൊണ്ടുവന്നു. അതിനെക്കുറിച്ചുള്ള കഥകൾ ആ കാലത്ത് പത്രങ്ങളിലും മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വളരെ കൗതുകകരമായൊരു വായന ഞാൻ വായിച്ച്. വേറൊന്നുമല്ല, ഈ പട്ടാളം ഈ പിള്ളേരെ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്ത പണി, ഇവറ്റ ഭക്ഷിച്ച പഴത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയും കിടക്കണമുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ചെറിയൊരു കുടിൽ കെട്ടിയുണ്ടാക്കിയേക്കണമുണ്ട് ഈ കൊച്ചങ്ങൾ. അപ്പോഴാണ് ഇവറ്റ മരിച്ചിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലായത്. എങ്ങനെ കണ്ടുപിടിക്കണം? ആദ്യം പട്ടാളക്കാർ ചെയ്തത് എന്താണ്? പട്ടാളക്കാർ ഹെലികോപ്റ്ററിൽ കുറേ ലീഫ്ലെറ്റ് അങ്ങോട്ട് വിതറിയിട്ട്, ഏതാണ്ട് 5 ലക്ഷമാണ് പറയണേ, കടലാസിൽ കുറേ കാര്യങ്ങൾ എഴുതി ആകാശത്തുനിന്ന് അങ്ങോട്ട് വിതറി. ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ലീഫ്ലെറ്റ്. അതിനകത്ത് ഇത്ര എഴുതിയിട്ടുള്ളൂ: മക്കൾ ഒരിക്കലും പേടിക്കരുത്, വെള്ളം കുടിക്കുക, എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കണ്ട സൂക്ഷിച്ച് കഴിക്കുക, അല്പം പോലും ഭയപ്പെടണ്ട, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഒരു നാട് മൊത്തം മക്കളെ അന്വേഷിക്കുന്നുണ്ട്, ഒരു തരത്തിലും ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ഇവർ കുറേ ഭക്ഷണപ്പൊതികൾ ഇതുപോലെ തന്നെ വിതറിയിട്ട് ഏതാണ്ട് 10-14 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചങ്ങളെ കണ്ടെത്തി, ജീവനോടെ കിട്ടി. ഈ മൂത്ത കൊച്ചിനോട് ചോദിച്ച്, എങ്ങനെയാ മോൾ ഈ 3 കൊണ്ട് നടന്നത്? 11 മാസം പ്രായമുള്ളൊരു കൊച്ചുണ്ട്, അനിയനുണ്ടെന്ന് ഓർക്കണം. നീ എങ്ങനെയാണ് ഇവറ്റനെയും കൊണ്ട് നടന്നത്? ഈ പെങ്കൊച്ച് പറഞ്ഞ ഡയലോഗ്, അതെ സാറന്മാരെ, ആ കടലാസ് കിട്ടിയായിരുന്നു. ആ കടലാസിൽ എഴുതിയിട്ടുണ്ട്, പേടിക്കണ്ട, ഞങ്ങളുടെ പിന്നാലെ പട്ടാളുണ്ട്, ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, മക്കളെ ഞങ്ങൾ കണ്ടെത്തും. ആ കടലാസ് കൈ കിട്ടിയപ്പോഴാണ് ധൈര്യം വന്നത്. ഈ കെട്ട കാലത്ത്, 100 പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള കാലത്ത് ആകാശത്തുനിന്ന് തമ്പുരാൻ ഇട്ട് തന്ന കടലാസാണിത്. ഇതിനകത്തുണ്ട് നിന്നെ ധൈര്യപ്പെടുത്താനുള്ളതൊക്കെ, നിന്നെ ബലപ്പെടുത്താനുള്ളതൊക്കെ. ഈ പുസ്തകം നിന്നോട് പറയും, നീ പേടിക്കണ്ട, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ പിന്നാലെയുണ്ട്. എത്ര ഭീകരമായിക്കോട്ടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, കർത്താവിനെ അന്വേഷിക്കുക, അവനെ അനുഭവിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, ബാക്കിയെല്ലാം അവൻ ക്രമീകരിക്കും. പരിശുദ്ധന്മാർ നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠം അതാണെന്ന് തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. മോശ പറഞ്ഞ്, നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ബലം. നമ്മുടെ കുടുംബത്തിൻ്റെ വീടിൻ്റെ വലിപ്പമല്ല, നമ്മുടെ വീടിൻ്റെ ഉമറത്ത് കിടക്കണ കാറിൻ്റെ ബ്രാൻഡല്ല, നമ്മുടെ കൂട്ടുകാരുടെ സമൃദ്ധിയല്ല, നമുക്കുള്ള സൗന്ദര്യത്തിൻ്റെ ഭംഗിയല്ല, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ മക്കളുടെ പണമോ അവരവിടെയാണ് ഇവിടെയാണ് എന്നുള്ളതൊന്നുമല്ല. നമുക്ക് സമൂഹത്തിൽ എന്ത് വിലയുണ്ട് നിലയുണ്ടെന്നുള്ളതല്ല, നിൻ്റെ കൂടെ നിൻ്റെ കർത്താവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുമാത്രം കൂടെയുള്ള കർത്താവിനെ നീ തിരിച്ചറിയുന്നുണ്ട്, അവൻ്റെ മഹത്വത്തെ നീ അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കണം. നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ കൈമോശം വരുന്നത് അതാണ്. പിള്ളേർ മുഴുവൻ ഇടറിപ്പോവാ, ഒരു പിടിയും കിട്ടണില്ല, ഏത് വഴിക്കിട്ട് പിടിക്കണം. ഇന്നലെ എൻ്റെ അമ്മ എന്നെ വിളിച്ച്, എൻ്റെ മോനെ കോളിമ്പല്ലടിക്കുമ്പോൾ നെഞ്ചിടിക്കുകയാണ്, കയ്യിൽ ചുറ്റിയുണ്ടോയെന്ന് നോക്കണേ, പേടിയായിട്ട് പാടില്ല, ഏത് വഴിക്ക് ആരൊക്കെ വരുമെന്നൊരു പിടിയില്ല, എങ്ങനെയാ ജീവിക്കണേ, എങ്ങനെയെങ്കിലും മരിച്ച് സ്വർഗത്തിൽ പോയാൽ മതി, ഇവിടം കൊണ്ട് കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞു, വല്ലാത്തൊരു കാല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളാരും നമ്മുടെ വീട്ടിലുള്ള കർത്താവിനെ കാണണില്ല, നമ്മുടെ കൂടെയുള്ള ദൈവത്തെ അറിയണില്ല, അനുഭവിക്കണില്ല. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ കാര്യത്തിൽ
പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ പരാജയപ്പെടുകയും ചെയ്തത്. പള്ളി പോണുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു നിസാര വേദന വരുമ്പോഴേക്കും അമ്മ വാവിട്ട് നിലവിളിക്കുകയാണ്. ഒരു ചെറിയ കടബാധ്യത വരുമ്പോഴേക്കും അപ്പൻ്റെ മുഖഭാവം മാറുകയാണ്. ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴേക്കും കുടുംബത്തിന് വല്ലാണ്ട് വിറയലാണ്. അപ്പം കൊച്ചങ്ങൾ ചോദിക്കും, ഇമ്മാതിരി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം വെച്ചാ, ഇത്രയും പള്ളി പോയിട്ട് എന്താ കാര്യം വെച്ചാ, നിന്റെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളിലാണ് നിന്നിൽ എന്തുമാത്രം ദൈവം ഉണ്ടെന്ന് നിനക്കും മറ്റുള്ളവർക്കും മനസ്സിലാവണത്. നിന്റെ ഉള്ളിൽ എന്തോരം ദൈവം ഉണ്ടെന്ന് നിനക്കും മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കൂടെയുള്ള ദൈവത്തെ അറിയാം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. ഞാൻ വീട് വെഞ്ചരിച്ചു പോവാന്ന് പറഞ്ഞില്ല, വെഞ്ചരിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോണതാ. ചില വീടുകൾ ചെല്ലുമ്പോൾ എനിക്കറിയാം എന്തോരം പണം ഉണ്ടെന്നറിയൂ. പക്ഷെ വീടും പരിസരവും ഒക്കെ കിടക്കണ കണ്ട് നമുക്ക് സങ്കടം വരും. പണത്തിൻ്റെ കുറവല്ല, വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാഞ്ഞിട്ടല്ല. വീടിൻ്റെ അകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു വേദനയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് എനിക്കൊരു തങ്കപ്പെട്ട വീടുണ്ട്. ഞാനതിലൊത്തിരി അഭിമാനിക്കുന്ന ഒരാളാണ്. വൃത്തിയും വെടുപ്പും മാത്രമല്ല കേട്ടോ, ദൈവത്തിൻ്റെ അനുഭവമുള്ള മാതാപിതാക്കളുണ്ട്. എപ്പോഴും കർത്താവിനെ മുറുകെ പിടിക്കണവരുണ്ട്. പ്രശ്നവും പ്രയാസവും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, രോഗങ്ങളും കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതുക്കും മേലെ ഒരു കർത്താവുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കണ രണ്ട് കാരണവന്മാർ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ ചെല്ലണ പല വീട്ടിലും എന്തുമാത്രം സമ്പത്തും സുഖസൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വീട്ടിലുള്ളവരുടെ മോന്തായം കടന്നല് കുത്തിയ പോലെ ഇരിക്കണേ, ഒരു സന്തോഷവും ഇല്ല. ചെന്ന് കയറുമ്പോഴേ നമുക്കറിയാം കർത്താവിന് കൊടുത്തേക്കണ വില എന്താന്ന്, അവരെങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്തണതെന്ന്. അവരുടെ പ്രാർത്ഥനകൾ കേട്ടാൽ അറിയാം, അവരുടെ പ്രാർത്ഥനകൾ കേട്ടാൽ അറിയാം എന്താത്മാർത്ഥതയുണ്ട് അവരുടെ ചങ്കിനകത്തുനിന്ന്. അവരുടെ വിശ്വാസത്തിൻ്റെ ചില വാക്കുകൾ കേട്ടാൽ അറിയാം അവരെന്തുമാത്രം വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് പറയും, അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്തിനാ ലൈജു ഞാൻ പ്രാർത്ഥിക്കണ്ട അച്ഛാ, കടമുണ്ട് അച്ഛാ, 5-6 ലക്ഷം രൂപ കടമുണ്ട്, അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്. കർട്ടൻ പണിക്ക് പോയി ഉണ്ടായ കടമാണ്, കർട്ടൻ വർക്കായിരുന്നവന്. കുറച്ച് പ്രാവശ്യമൊക്കെ ഞാൻ ഇവനോട് പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ ലൈജു, നീ വിഷമിക്കാണ്ടിരിക്കുക. നമ്മളീ തല നരച്ചതിൻ്റെ ബലത്തുമ്മയാണ് ഈ പറയണേ. ആ ബലത്തിലാണ് അവൻ എന്നെ വിളിക്കണതും. മുതുക്കനൊരച്ഛനാണല്ല, അപ്പം അത് കാരണം പ്രാർത്ഥിച്ചോളും. പിന്നെ ഇവൻ്റെ ഫോൺ കാണുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. കാരണം കടം മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഇവനോട് എന്ത് മറുപടി പറയും തമ്പുരാനെ. അങ്ങനെ ഞാൻ ഇവൻ്റെ ഫോൺ എടുക്കൽ നിർത്തി. ഇവൻ്റെ ഫോൺ കാണുമ്പോഴേ ഞാൻ മാറ്റി വയ്ക്കും. എനിക്ക് പേടിയാണ്, ഇവനോട് എന്ത് പറയും. ഒരു ദിവസം ഈ ദുഷ്ടൻ എന്നെ അങ്കമാലിയിലിട്ട് വട്ടം പിടിച്ച് എങ്ങനെയോ ഇവൻ്റെ മുമ്പിൽ ഞാൻ ചെന്ന് വെട്ട്. അഞ്ഞലച്ചാ എന്നും പറഞ്ഞ് ഓടി പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. കണ്ടപ്പോഴെൻ്റെ മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഇവൻ എന്നോട് ആദ്യം ചോദിക്കാൻ പോണത് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടാ എന്നായിരിക്കും. കടമൊന്നും ആയിട്ടില്ല അച്ഛാ എന്നായിരിക്കും അടുത്ത വാചകം. ഞാൻ വിറച്ചിട്ട ചെല്ലണേ. ഇവൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈമ പിടി ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന് സ്തുതിയൊക്കെ തന്ന്, അച്ഛൻ എന്തുണ്ട് വിശേഷം, സുഖമാണോ, തലമുടി വലുതും കറുത്തോ, പിന്നെ നരച്ചോ എന്നൊക്കെ ചോദിക്കേണ്ടി ഇവൻ. കുറേ തമാശയൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ലൈജുനോട് ചോദിച്ചു, അല്ല ലൈജു, ഞാൻ വിചാരിച്ച കടമൊക്കെ പോയി. ഞാൻ ചോദിച്ചു, ലൈജു കടമൊക്കെ മാറിയാ? അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് പോവച്ചാ, കർത്താവ് ഉണ്ടല്ലോ കൂടെ. നമ്മൾ അയ്യോന്നായിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് തന്നെ. പക്ഷെ അവൻ ദൈവത്തിൻ്റെ കൃപയിലാണപ്പേ. അവൻ എന്നോട് പറഞ്ഞ് കടമൊക്കെ ഒരു വഴിക്ക് പോവച്ചാ, കർത്താവ് ഉണ്ടല്ലോ കൂടെ, മുമ്പക്കത് മതി. ഞാൻ ദീർഘശ്വാസം വിട്ട്. പലപ്പോഴും എന്തുമാത്രം ദൈവം ചങ്കിലുണ്ടെന്ന് നമുക്കും മറ്റുള്ളവർക്കും മനസ്സിലാവാനാണ് ഇമ്മാതിരി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. നിന്റെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. നിന്റെ കർത്താവിന് നീ പ്രഥമ സ്ഥാനം കൽപ്പിക്കണം.
നിന്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്, പ്രത്യേകത എന്ന് പറയണത്, നിന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. നിന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, ദൈവം കൂടെ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവും, സംശയം ഉണ്ടാവും. ചിലരുടെ വിചാരം കർത്താവ് ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമൊക്കെ തീരും, അല്ലേ? അങ്ങനെയല്ലട്ടാ. ഈ അടുത്ത കാലത്താണ് കാനായിലെ കല്യാണം യോഹന്നാൻ 1:2 ഞാൻ വായിക്കണേ. ഞാൻ വായിച്ച് വന്നപ്പോൾ എനിക്ക് ആകെ ഒരു അസ്വസ്ഥത. ഞാൻ കർത്താവിനോട് ചോദിച്ചേ, കർത്താവേ, ഞാൻ എല്ലായിടത്തും പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത് കല്യാണത്തിന് നിന്നെ വിളിക്കണം, നീ വന്ന പ്രശ്നമൊക്കെ തീരുമെന്നാണ്. ഇതിപ്പോൾ നീ വന്നപ്പോഴാണല്ലോ തമ്പുരാനെ വീഞ്ഞു തീർന്നു പോയത്. അത് ശരിയായില്ലട്ടാ. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, ഞാൻ വന്നാലും വീഞ്ഞു തീർന്നു പോവും. ഞാൻ കല്യാണത്തിന് വന്നാലും വീഞ്ഞു തീർന്നു പോവും. നീ വായിച്ചിട്ടില്ലേ, ഞാൻ കയറിയ വഞ്ചിയിലാണ് വെള്ളം കയറിയത്. അതപ്പോഴാണ് ഞാൻ ഓർത്തേ, ഞാൻ കയറിയ വഞ്ചിയിലാണ് ആ പൊട്ട വെള്ളം കയറിയത്. ചില്ലറ കയറലും ആയിരുന്നില്ല, മുങ്ങാറാകോളം കയറ്റി. പിള്ളേര് വല്ലാണ്ട് പേടിച്ച് ഞാൻ കൂളായിട്ടുറങ്ങി. ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന വീടാണ് ലാസറിൻ്റെ വീട്. ചെക്കൻ ചത്ത് ചീഞ്ഞ് എനിക്ക് തലയ്ക്ക് കൊട്ട് കിട്ടുപോലെയായി. കർത്താവ് പറഞ്ഞു, കർത്താവുണ്ടെന്നും പറഞ്ഞ് കഷ്ടപ്പാട് ഒഴിവാവില്ലട്ടാ. വീഞ്ഞു തീരുവേ, വെള്ളം കയറുവേ, ചത്തുവേ, പക്ഷേ അവനുണ്ട്. വീഞ്ഞിനിയും വരും, കടല് ശാന്തമാവും, അവൻ എഴുന്നേക്കും, ലാസർ ഉയർപ്പിക്കപ്പെടും. ഇതാണ് കർത്താവ് തരുന്ന ഉറപ്പ്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ പലപ്പോഴും പലരും പറയാറില്ലേ, ഈ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അച്ഛാ ഇല്ലാത്ത ഗുലുമാലുകളൊക്കെ വരുന്നത്. മര്യാദയ്ക്ക് നൊയമ്പെടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് കൂട്ടുകാർ സ്മോൾ വേണോ, ഫ്രീ ആണ്, അതുവരെ കാല് പിടിച്ച് ചോദിച്ചാലും തരാത്ത ദുഷ്ടന്മാരൊക്കെ നൊയമ്പെടുത്തെന്ന് അറിയുമ്പോൾ ഫ്രീ ആയിട്ട് ഷെയർ ഇടാമെന്നും പറഞ്ഞു വരും. അതുവരെ വീട് വെഞ്ചിരിപ്പും ഇല്ല, കല്യാണവും ഇല്ല. ഈ നോമ്പുകാലം വരുമ്പോൾ ചില ദുഷ്ടന്മാർ ഇതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് വയ്ക്കും. നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്ത് ഡീസൻ്റ് ആവാൻ ശ്രമിക്കുമ്പോഴാണ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരണത്. ഇനി മേലിലും മക്കളെ വഴക്ക് പറയില്ല, കെട്ടിയോനെ ചേട്ടാ എന്നല്ലാണ്ട് വിളിക്കില്ല, കെട്ടിയോളെ മോളെ എന്നല്ലാണ്ട് സംബോധന ചെയ്യില്ല. തീരുമാനിച്ചുറച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് വീട്ടിലുള്ളവർ ഈ കൊമ്പും വാലും ഒക്കെ വെച്ച് നിൽക്കണേ അച്ഛാ, ആവശ്യമില്ലാണ്ട് നമ്മളെ പ്രാന്താക്കും. സത്യമാണത്. എപ്പോഴെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുന്നോ, എപ്പോഴെല്ലാം കർത്താവിനോട് അടുത്ത് വരുന്നോ, അപ്പോഴൊക്കെ പ്രശ്നവും പ്രയാസവും ഉണ്ടാവും. കാനാവിലെ കല്യാണ വീട്ടിലത് നടന്ന്, ലാസറിൻ്റെ വീട്ടിലത് നടന്ന്, അവൻ കയറിയ വഞ്ചിക്കത് സംഭവിച്ച്. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാം ശുഭമായി പര്യവസാനിച്ച്. ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. നിന്റെ ഭവനത്തിലുള്ള കർത്താവിനെ നീ മഹത്വപ്പെടുത്തിയാൽ നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ കർത്താവ് മഹത്വപ്പെടുത്തും. അടുത്ത വാചകം പറയാൻ അച്ഛന് മടിയുണ്ട്, നിവൃത്തിയേടുകൊണ്ട് പറയണാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താത്ത ഇടത്തു നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. അതുണ്ട്. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്ത് കർത്താവിനെ പ്രതീക്ഷിക്കരുത് ഒരിക്കലും. നമ്മളാരെങ്കിലും ഒരു കല്യാണം, നമ്മുടെ ഭവനത്തിലൊരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു വീട് വെഞ്ചിരിപ്പ് വന്നു, ആശീർവാദം വന്നു, എന്തെങ്കിലും ഒരു ആഘോഷം വന്നു, നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി വിളിച്ച് അവൻ വന്നില്ല. 4ാമത്തെ പ്രാവശ്യം അവൻ്റെ വീട്ടിലൊരു പരിപാടി വന്നു, അവൻ നമ്മളെ വന്ന് വിളിച്ച്. അഭിമാനമുള്ളവർ പോവില്ലട്ടാ. കൂട്ടായ്മ നടക്കുമ്പോൾ, വീട്ടിലേ കൂട്ടായ്മ നടക്കുമ്പോൾ ഒരിക്കലും വരാത്തവൻ്റെ വീട്ടിൽ കൂട്ടായ്മ വരുമ്പോൾ പോകാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്കത്ര ഇഷ്ടമല്ല അങ്ങോട്ട് പോകാൻ, നമുക്ക് താല്പര്യമില്ല. കാരണം അഭിമാനം. നമ്മുടെ ദൈവം അത്ര ചീപ്പല്ലട്ടാ.
അവനെ മഹത്വപ്പെടുത്താത്തിടത്ത് വരാൻ അവന് വലിയ താല്പര്യമൊന്നും കാണില്ല. അവൻ മഹത്വപ്പെടുത്തിയവരൊക്കെ അവനെ മഹത്വപ്പെടുത്തിയവരാണ്. അവൻ മഹത്വപ്പെടുത്തിയവരൊക്കെ അവനെ മഹത്വപ്പെടുത്തിയവരാണ്. കൊച്ചങ്ങളുടെ പരീക്ഷ അടക്കണം. കൊച്ചങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇത്. പരീക്ഷാ സമയത്ത് മാത്രം വിളിക്കേണ്ടതല്ല ദൈവം. നിന്റെ കൂടെയുള്ള ദൈവം നിനക്ക് തന്നിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് ആവതുപോലെ നീ പഠിക്കണം. അങ്ങനെ നിന്റെ ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം. അങ്ങനെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിന്റെ പരീക്ഷാ പേപ്പറിനെ ദൈവം മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്താത്തിടത്തു നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. കുടുംബ പ്രാർത്ഥന എങ്ങനെയുണ്ടെന്ന് ആലോചിക്കണം. കുടുംബത്തിലെ പ്രാർത്ഥനകൾ എങ്ങനെയുണ്ടെന്ന് ആലോചിക്കണം. എങ്ങനെയാണ് ദേവാലയത്തിൽ കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ വരുന്നതെന്ന് ആലോചിക്കണം. എന്തോരം നേരം വൈകി വരുന്ന ആത്മാക്കളുണ്ടെന്നറിയോ? സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ സമയത്തിനും കാലത്തിനും പോവും. പള്ളിയിൽ വരുമ്പോൾ എന്തോരം, പണ്ടത്തെ പോലെയാണോ? പണ്ട് ചൂട്ടും കത്തിച്ച് വീശി നടന്നവർ ഇപ്പം കാറുണ്ട്, 2-3 ബൈക്കുണ്ട്. പക്ഷെ പള്ളിയിൽ വരുമ്പോൾ വൈകി വരളോ. വീട് ഓടായിരുന്നപ്പോൾ അരമണിക്കൂർ ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പോൾ വാർക്കയായി കഴിഞ്ഞപ്പോൾ സമയമില്ല എന്ന് പറയണേ. അങ്ങനെയുള്ളവരുണ്ട്. പരീക്ഷ സമയം വരുമ്പോൾ പിള്ളേർ വരും പ്രാർത്ഥിക്കാൻ. അവർക്ക് പേന വാഴ്ത്തി കൊടുക്കണം, പുസ്തകം വാഴ്ത്തി കൊടുക്കണം, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാഴ്ത്തി കൊടുക്കണം. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു വന്ന് നന്ദി പറയില്ല. ഒരുത്തിനും വരില്ല. എന്തൊക്കെ പ്രാർത്ഥന വേണമെന്നറിയോ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇന്നാൾ ഒരുത്തി വന്നിട്ട് എന്നോട് ചോദിക്കുക, അച്ഛാ ഞാൻ പുണ്യാളൻ്റെ അടുത്ത് നേർച്ച നേർന്നുണ്ടായിരുന്നു. എന്ത് നേർച്ച? 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയ 50 തിരി കത്തിച്ചോളാന്ന്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, നീ പോയി തിരി കത്തിക്ക്. മാർക്ക് കിട്ടിയ A+ കിട്ടിയച്ചാ, ഫുൾ A+ ആണ്. എന്നാൽ പോയി തിരി കത്തിക്ക്. അല്ല അച്ഛാ ഒരു സംശയം. എന്താ സംശയം? 50 പൈസയുടെ തിരി കത്തിക്കണോ 5 രൂപയുടെ തിരി കത്തിക്കണോ? നന്നായി. നേർച്ച ചേർന്നപ്പോൾ ഈ വക ഒരു ടെൻഷനും ഉണ്ടായില്ലട്ടാ. ഫുൾ A+ കിട്ടിച്ചാ തിരി കത്തിച്ചോളാം. ഇപ്പം അവൾക്ക് ടെൻഷൻ 50 പൈസയുടെ കത്തിക്കണോ 5 രൂപയുടെ കത്തിക്കണോ? വീട് പണിയണ സമയത്ത് ഒരു കർത്താവിൻ്റെ ചിത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഓർമ്മ, പ്രതീകം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം, വെക്കണം. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയാല. വലിയ സെറ്റപ്പിലാണ് ഉണ്ടാക്കി വയ്ക്കണേ. പള്ളിയിലെ ത്രോണോസിനേക്കാളും ഭയങ്കര സംഗതിയപ്പം ഒന്നും പറയണ്ട. ചില ആൾക്കാർ നേരത്തെ ചോദിക്കും എവിടെ വെക്കണം എന്നൊക്കെ നേരത്തെ തീരുമാനിക്കും. പണ്ടൊക്കെ കാരണവന്മാർ പറയും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം കേട്ടോ. അതൊക്കെ പണ്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം അതൊന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കും, ഒരിടവകയിൽ ഒരുത്തൻ വീട് വെഞ്ചിരിപ്പൊക്കെ എൻ്റെ അടുത്ത് ബുക്ക് ചെയ്ത്, പണിയൊക്കെ ഏതാണ്ട് തീരാറായി. വെഞ്ചിരിപ്പിന് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ച്, ഒരു ജോണി എന്ന പുള്ളിയുടെ പേര്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അത്യാവശ്യമായിട്ടൊന്ന് അച്ഛൻ വീട് വരെ വരണം. ഞാൻ ചോദിച്ചു എന്തിനാണ്? അച്ഛൻ ഒന്ന് വായിച്ച, ഞാൻ വണ്ടി വിടാം. ഞാൻ പറഞ്ഞു ജോണി വെഞ്ചിരിപ്പിന് 2 ആഴ്ചയും കൂടി ഉണ്ടല്ലോ, ഇപ്പം എന്നെ വിളിക്കണമെന്നില്ല, ഞാൻ വരണമെന്നില്ല. അല്ല അച്ഛാ ഒന്ന് വായിച്ചാ, നീ കാര്യം പറ. അല്ല അച്ഛാ ഈ കർത്താവിൻ്റെ പടം എവിടെ വെക്കണം എന്നൊന്ന് വന്ന് കാണിച്ചു തന്നെ. എനിക്ക് പ്രാന്തായി. ഞാൻ എപ്പോഴും അത്ര നല്ല അച്ഛനൊന്നും അല്ല, സ്വഭാവം ചില നേരത്ത് വളരെ മോശം. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, എൻ്റെ ജോണിയെ എൻ്റെ പട്ടി പോലും വരില്ലട്ടാ. അങ്ങനെ തന്നെ കരിശം വന്നിട്ടുണ്ട്. അവൻ ചൂടായിട്ട് ചോദിച്ചു, അതെന്താ വെച്ചാൽ അങ്ങനെ പറയണേ, പിന്നെ അച്ഛനോടല്ലാണ്ട് ആരോടെ ചോദിക്കണത്? ഞാൻ പറഞ്ഞു, ജോണിയെ വീട് പണിയാൻ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് നീയും കെട്ടിയോളും കൂടി പോയില്ലേ? വാ. കാർപോർച്ച് എവിടെ വേണമെന്ന് പ്ലാൻ ചെയ്തില്ലേ? വാ. വിസിറ്റേഴ്സ് റൂം എവിടെ വേണമെന്ന് പ്ലാൻ ചെയ്തില്ലേ? വാ. മാസ്റ്റർ ബെഡ്റൂം നീയും നിന്റെ കെട്ടിയോളും കിടന്നുറങ്ങണ മുറി പ്ലാൻ ചെയ്തില്ലേ? വാ. നിന്റെ മക്കളുടെ മുറി പ്ലാൻ ചെയ്തില്ലേ? വാ. നിന്റെ മുറിയിലടിക്കേണ്ട പെയിൻറ്റിൻ്റെ കളറൊക്കെ പ്ലാൻ ചെയ്തില്ലേ? വാ. മക്കളുടെ മുറിയിൽ ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ് എന്തൊക്കെ നീ പ്ലാൻ ചെയ്തു? വാ.
നിന്റെ കെട്ടിയോള് പാത്രം കഴുകുന്ന ടബ് എവിടെ വേണമെന്ന് പ്ലാൻ ചെയ്തില്ലേ? വാ. അവള് പാത്രം കഴുകി കമത്തണ ഗ്രാനൈറ്റ് ഏത് കളർ വേണമെന്ന് നീ പ്ലാൻ ചെയ്തില്ലേ? വാ. കക്കൂസ് എവിടെ വേണമെന്ന് പ്ലാൻ ചെയ്തില്ലേ? വാ. കർത്താവിനെ എവിടെ വെക്കണമെന്ന് മാത്രം നീ പ്ലാൻ ചെയ്തില്ലല്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തമ്പുരാനെ തിരുകാൻ. വികാരിച്ചൻ വരില്ലട്ടാ. ഒരു കാര്യം കൂടി ഞാനങ്ങോട്ട് പറഞ്ഞേക്കാം, ഇനി നീ എവിടെ കർത്താവിനെ കൊണ്ടുവച്ചാലും ഗതി പിടിക്കാനും പോണില്ല. അത്രയും കൂടി പറഞ്ഞാൽ എനിക്കൊരു സുഖമുള്ളൂ. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ വികാരിച്ചൻ ചെല്ലൂട്ടോ, അത് വേറെ കാര്യം. കാര്യച്ചൻ ചൂടാവുമെങ്കിൽ വൈകുന്നേരം നമ്മളല്ലാണ്ട് ആരാ പോണതിന്? കർത്താവിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുക്കണ്ടേ? പലരും ഇങ്ങനെയാ. ഇനി വീട് പണിയുമ്പോൾ നിങ്ങളാലോചിക്കും. അതിനുവേണ്ടിയിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞേ. തമ്പുരാനാണ് പെരപണിയാൻ സഹായിക്കണത്. കർത്താവാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരണത്. ആ കർത്താവിനെ എവിടെ പ്രതിഷ്ഠിക്കണം, എവിടെ അവനുള്ള ഇരിപ്പിടം ഒരുക്കണം, എങ്ങനെ അവനോട് പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ച് ആർക്കൊരു ചിന്തയില്ല. 10 A+ കിട്ടണം എന്നുള്ളു, തിരി കത്തിക്കണമെന്നുണ്ട്. എത്ര പൈസയുടെ കത്തിക്കണമെന്ന് പിന്നെ തീരുമാനിക്കാം. അതൊരു തരം വൃത്തികെട്ട സ്വഭാവമാണ്. ഒരു വീട് വെഞ്ചിരിപ്പിന് നിന്ന് 10 മിനിറ്റ് ഞാനിരുന്ന് വിസിറ്റേഴ്സ് റൂമിൽ. ആരാണ്ട് ബന്ധുക്കളൊക്കെ വരാനുണ്ടത്രേ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തായി. വിശന്നിട്ടും പാടില്ല, ബിരിയാണിയുടെ ഭീകരം മണവും. ഞാൻ പറഞ്ഞു, എൻ്റെ ടോമി കുറേ നേരമായില്ലിരിക്കണത്, വെഞ്ചിരിക്കണ്ടേ, വന്നവർക്ക് ഭ്രാന്താവും. അവൻ ആ പുറത്തേക്ക് പോയി ഓടി അകത്തേക്ക് വന്നവരൊക്കെ മതി അച്ഛൻ വാ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മുമ്പിൽ നടന്ന്, ഞാൻ പുറകിൽ നടന്നു. അപ്പം ഞങ്ങളുടെ ഭവനങ്ങൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ രൂപം വെച്ചിട്ടുണ്ടാവും, തിരുഹൃദയത്തിൻ്റെ മാതാവിൻ്റെ ഒക്കെ രൂപം ഉണ്ടാവും. പോയി 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 ഒരു ഗോണിയുടെ അടിയിൽ കർത്താവിൻ്റെ പടം വെച്ചേക്കണം. 4000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ചെറിയ വരെയൊന്നുമല്ല. ഇവന് ഇടക്കാലം കൊണ്ട് കാശുണ്ടായതാണ്. ഗോവണിയുടെ അടിയിൽ കർത്താവിൻ്റെ പടം രൂപം വെച്ചേക്കണം. ഞാൻ ചോദിച്ച്, എൻ്റെ ചങ്ങാതി ഇതെന്താ തമ്പുരാൻ ഇവിടെ കൊണ്ടുവച്ചേക്കണേ? ഒരു സൂപ്പർ മറുപടി പറഞ്ഞു എൻ്റെ സഹോദരൻ. 1.5 ഞാൻ അവന് ഷെയ്ക്കാൻ്റെ കൊടുത്ത് സ്പോട്ടിൽ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ മിടുക്കൻ എന്നും പറഞ്ഞ് ഞാൻ കൈ കൊടുത്തു അവന്. അവൻ പറഞ്ഞ മറുപടി എന്താന്നാ? വികാരിച്ചൻ ചോദിച്ചു, ഇതെന്താ കർത്താവിനെ കൊണ്ടുവന്ന് ഈ ഗോണിയുടെ അടിയിൽ വെച്ചേക്കണേ? അവൻ പറഞ്ഞെന്താന്നോ, അച്ഛാ ഈ സ്ഥലം വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവൻ വയ്ക്കാൻ കണ്ടുപിടിച്ച ആളാണ് തമ്പുരാൻ. മുകളിലേക്ക് പോകുമ്പോൾ ഒടയാമ്പുരാൻ്റെ നിറയെ ചവിട്ടിയിട്ടാണ് അവൻ കയറി പോണേ. എങ്ങനെ ഗതി പിടിക്കുമെന്ന് നിങ്ങൾ പറ. കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ തന്നെ അപ്പൂപ്പനെ അമ്മൂമ്മേനെ വിളിച്ചു പറയാനല്ല പറയേണ്ടത്, മോളെ പള്ളി പോയി കർത്താവിനോട് പറഞ്ഞിട്ട് വാ. ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരെങ്കിലും കുരിശ് വരയ്ക്കുമോ? വളരെ അപൂർവം ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയണില്ല. അച്ഛന്മാരാരെങ്കിലും ഭക്ഷണത്തിന് നിങ്ങൾ വിളിച്ച് വന്നിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ചോറ് ഉരുള ഉരുട്ടി വായലിക്ക് ഇട്ടാൽ നിങ്ങൾ എന്തു പറയും? മുഖത്തേക്ക് പറയില്ലെങ്കിൽ ഉള്ളി പറയും, ഈ കത്തനാർക്ക് തീ പ്രാന്തായേക്കണം, ആർത്തിമൂത്ത് ഉള്ളി പറയും. നിങ്ങൾ അച്ഛനെന്തോന്ന് കുരിശ് വരച്ചിട്ട് തുടങ്ങിയാൽ അച്ഛന്മാർക്ക് മാത്രം പറഞ്ഞേക്കണല്ലത്. അന്നം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഭക്ഷിക്കാൻ തുടങ്ങണമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചില്ല. അവന് നല്ല ബൈക്ക് മേടിച്ചു കൊടുക്കുമ്പോഴും നല്ല ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ആദ്യം ദൈവത്തെ ഓർക്കണമെന്ന് അവരെ നമ്മൾ പഠിപ്പിച്ചില്ല. നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മയുണ്ടോ? ഒരു പുതിയ ഷർട്ട് കിട്ടിയ, ഒരു പുതിയ ട്രൗസർ കിട്ടിയ, ഒരു പുതിയ ഉടുപ്പും പാവാടിയും കിട്ടിയ അതിട്ടിട്ട് ആദ്യം പള്ളി പോകണം. ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ടാ വേറെ എവിടെ അത് ഇടുള്ളൂ. ആദ്യം ഒരു നോട്ട് ബുക്ക് കിട്ടിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു കുരിശടയാളെങ്കിലും വരച്ചിടും. ആ പുസ്തകത്തിൻ്റെ തൊമ്പത്ത് എന്തെങ്കിലും നമ്മൾ കുറിക്കും. നമ്മളങ്ങനെയാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാക്കി വളർത്താൻ നമുക്ക് സാധിക്കാതെ പോയത്? മോറിയ മലയിലേക്ക് കയറുമ്പോൾ ചെറുക്കൻ അബ്രാഹത്തോട് ചോദിച്ച്, അപ്പാ വിറകുണ്ടല്ലോ? ഉവ്വ മോനെ. കത്തിയുണ്ടല്ലോ? ഉവ്വ. തീയുണ്ടല്ലോ? ഉവ്വ. ആടവിടിയാ ഇടിവെട്ട് തന്ത, അവനാണ് അപ്പൻ. അബ്രാഹം സൂപ്പർ മറുപടി പറഞ്ഞ്, മോൻ നടക്ക്, മുകളിൽ ദൈവമുണ്ട്, മുകളിൽ ദൈവമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് തരും. അവനാണ് അപ്പൻ. നമ്മൾ പ്രാർത്ഥിക്കണ കാണുമ്പോൾ
നമ്മൾ ദൈവത്തെ കാര്യമായിട്ട് എടുക്കണ കാണുമ്പോൾ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണ കാണുമ്പോൾ, നമ്മുടെ മക്കള് നമ്മളെ അനുകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. രണ്ട് പാപമുള്ളൂ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത്. ഈ പത്രം കാഴ്ചവെക്കുന്ന സകലമാന ക്രൂരതകൾക്കും അടിസ്ഥാനമായിട്ട് അച്ഛനെ പോലെയുള്ളവർ പറയും രണ്ട് പാപമുള്ളൂ. എന്താന്നാ? ഒന്നാമത്തെ പാപം ദൈവഭയമില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മേൽ കണ്ണുള്ള ഒരു കർത്താവുണ്ടെന്ന് ഈ തലമുറയ്ക്ക് ഒരു ബോധമില്ല. നമ്പർ 2, രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. അമ്മാമേനെയും കൊല്ലും, അമ്മേനെയും കൊല്ലും, അപ്പനെയും കൊല്ലും, കൂടപ്പറപ്പിനെയും കൊല്ലും, എല്ലാത്തിനെയും കൊല്ലും. 2 പാപമാണ് ഈ ലോകത്തുള്ളത്. അതുമ്മയാണ് എല്ലാ തിന്മയും കിടക്കണത്. 1, ദൈവഭയമില്ല. 2, രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. ഈ ബൈബിള് പഠിപ്പിക്കണത് ഈ 2 പുണ്യ. രക്തബന്ധങ്ങൾക്ക് വില കൊടുക്കണം. രക്തബന്ധങ്ങൾക്ക് വല്ലാണ്ട് വില കൊടുക്കണം. മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് സംക്രമിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒത്തിരി കഥകൾ ബൈബിള് പറയും. ഒത്തിരി കഥകൾ. രക്തബന്ധങ്ങൾക്ക് വല്ലാത്ത വിലയുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഇത് 2 ജീവിതത്തിൽ ഇല്ലാണ്ട് പോയാൽ നമ്മുടെ തലമുറ തകർന്ന് തരിപ്പണാവും. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. വളരെ കൊച്ചു കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുള്ളൂ. 1, ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തി. അതെൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങളോടുള്ളൊരു അപേക്ഷ. മനോഹരമായ ദേവാലയം, അതിൽ പള്ളി കൊള്ളുന്ന സർവശക്തനായ നമ്മുടെ തമ്പുരാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആരാധനാ സമയങ്ങളിൽ മാത്രമല്ല ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ വരേണ്ടത്. ഞാൻ ആവർത്തിക്കണു, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ നടക്കുന്ന ആരാധനകൾക്ക് മാത്രമല്ല ഈ സുന്ദരമായ ആലയത്തിൽ നീ വരേണ്ടത്. മറിച്ച് നീയും നിൻ്റെ പ്രിയപ്പെട്ടവരുമൊത്ത് സമയം കിട്ടുമ്പോൾ തനിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് കുറച്ച് നേരം കർത്താവിനെ കൂട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നിന്നോടും നിൻ്റെ കുടുംബത്തോടും വളരെ വ്യക്തിപരമായി പലതും അവന് പറയാനുണ്ട്. നിനക്കും നിൻ്റെ കുടുംബത്തിനും തീർത്തും വ്യക്തിപരമായി അവന് പലതും തരാനുണ്ട്. അക്കാര്യം നീ മറക്കരുത്. പള്ളി പണിയുക എളുപ്പമാണ്, അതിൽ നിത്യകാലം കർത്താവിനെ കുടിയിരുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്തും. മോശയുടെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കൂടെയുള്ള ദൈവത്തെ എന്നും കാര്യമായിട്ടെടുത്ത മോശ, അയാളുടെ ബലഹീനതകളിലും പോരായ്മകളിലും ദൈവത്തിൽ വല്ലാണ്ട് ആശ്രയം വെച്ചവൻ. പരിശുദ്ധനായ അന്ത്രയോസ് പിതാവ് നമുക്ക് പകർന്നു തരുന്നതും ഈ ഒരു ബോധ്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം മഹത്വപ്പെടുത്തും. കർത്താവിനോട് ചേർന്നിരിക്കുന്നവരോട് കർത്താവും ചേർന്നിരിക്കും. കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എടുത്തു മാറ്റും എന്നർത്ഥമില്ല. കർത്താവ് കൂടെയുള്ളപ്പോഴും അസ്വസ്ഥതകളും ആകുലതകളും ഉണ്ടാവും. പക്ഷേ എല്ലാ ആകുലതകളെയും അസ്വസ്ഥതകളെയും എല്ലാ പ്രയാസങ്ങളെയും അവൻ നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. റോമർ 8:31. അവനെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ അവൻ മഹത്വപ്പെടുത്തും. നിന്റെ മക്കളെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാക്കി വളർത്തുക. കർത്താവിനുള്ള വില കൃത്യമായി കർത്താവിനെ കൊടുക്കാൻ തക്കവണ്ണം മക്കളെ പരിശീലിപ്പിക്കുക. ലോകത്തിൻ്റെ ഏത് ദൂരത്ത് പറന്നെത്തിയാലും അവരുടെ കൂടെ കർത്താവിൻ്റെ മഹത്വവും സഞ്ചരിക്കും. രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘത്തൂണായി മോശയ്ക്ക് അവൻ കൂട്ടുപോയതുപോലെ കർത്താവ് നമുക്കും കൂട്ടുവരും. ഒറ്റ കണ്ടീഷനുള്ളൂ കർത്താവിന്, നീ എന്നെ കാര്യമായിട്ടെടുക്കണം. നീ എന്നെ കാര്യമായിട്ടെടുക്കണം. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ കാരണം തപ്പിപ്പോയാൽ അതാണ് കാരണം.
നമ്മുടെ വിചാരം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലെന്നാണ്. നമ്മുടെ പണം, നമ്മുടെ പ്രതാപം, നമ്മുടെ സ്വാധീനം, നമ്മുടെ സൗഹൃദം, നമ്മുടെ സൗന്ദര്യം, ഇതൊക്കെ വെച്ച് നമുക്കെന്തും പറ്റുമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. നമ്മുടെ മക്കളുടെ ചിന്ത അതാണ്. അവരുടെ സൗഹൃദങ്ങളും അവരുടെ സൗന്ദര്യവും അവരുടെ കയ്യിലുള്ള സമ്പത്തും അവരുടെ കഴിവും വെച്ച് അവർക്ക് എന്തും പറ്റും എന്നാണ് അവരുടെ ധാരണ. അട്ടർ നോൺസെൻസ്. ഒരിക്കലും പറ്റില്ല. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അപ്പം എന്തുണ്ടാവുമെന്നറിയോ? ഒന്നും കൂടി പറയാം. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കണ്ട. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അപ്പം എന്തുണ്ടാവുന്നോ? ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. നമുക്കത് മതി, അത് മാത്രം മതി. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അപ്പം ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. യു ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി. ടേക്ക് യുവർ ഗോഡ് സീരിയസ്ലി ആൻഡ് ദെൻ ഗോഡ് വിൽ ടേക്ക് യു സീരിയസ്ലി. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കണം. അപ്പം ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠമാണത്. കർത്താവ് കൂടെയുണ്ട് എന്ന അവബോധമുള്ളവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന് ഒരിക്കലും സാധിക്കില്ല. അവൻ കാറ്റുപിടിച്ച കല്ലുപോലെ എന്നും ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കും. ദാവീദ് പാടും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. കർത്താവാണ് എൻ്റെ അഭയശിലയും എൻ്റെ രക്ഷയും, ഞാൻ ഭയപ്പെടില്ല. പാറപ്പുറത്ത് ഭവനം പണിത വിവേകിയായ മനുഷ്യനെ പോലെ അവൻ പിടിച്ചു നിൽക്കും. കാരണം അവൻ്റെ അടിസ്ഥാനങ്ങൾ ബലമുള്ളതാണ്. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിച്ചു പോയാലും ഞാൻ ഒരിക്കലും തനിച്ചല്ല. എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. അതാണ് ക്രിസ്തുമൊഴി. അതാണ് അവൻ വരുന്ന വലിയ പാഠം. കർത്താവിൽ ആശ്രയിച്ചും ശരണപ്പെട്ടും ജീവിതത്തെ മനോഹരമാക്കാൻ, മോശയുടെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കാൻ, കർത്താവിൻ്റെ ആലയത്തിൽ വല്ലപ്പോഴും അവനെ കൂട്ടിരിക്കാനുള്ള വലിയ കൃപ എല്ലാവർക്കും കർത്താവ് തരട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.